മോടെ അച്ഛന് സമനില തെറ്റിയെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരാള് പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നോട് പറഞ്ഞതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഇനി അച്ഛൻ ആരോടെങ്കിലും പറയും, കണ്ണേട്ടനോടോ ഉണ്ണിയേട്ടനോടോ ഒക്കെ. അങ്ങനെ വന്നാ അവരൊക്കെ അതിന്റെ പിന്നാലെ പോവും, സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കും. ആ സമയത്ത് എന്റെ അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പിന്നെ അമ്മാവനെ കാത്തിരിക്കുന്നത് ജയിലാ. എന്റെ അച്ഛനും അമ്മാവനും തമ്മിൽ നേരത്തെ അറിയും. ആ പരിചയമാണ് എന്നെയും ലക്ഷ്മിയെയും കമലേശ്വരത്തെ കൊണ്ടെത്തിച്ചത്. അങ്ങനെങ്കിൽ ഞാൻ കേട്ടതൊക്കെ കെട്ടുകഥകളല്ല, അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാ. അമ്മാവൻ എന്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തു. അന്ന് വെറും ഒരു ലോറി ഡ്രൈവർ മാത്രമായിരുന്ന എന്റെ അച്ഛൻ പണത്തിന് വേണ്ടി ആ കൊട്ടേഷൻ ഏറ്റെടുത്തു. കണ്ണേട്ടന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നു. കമലേശ്വരത്തെ മൂത്ത സന്തതി വീൽ ചെയറിലും ആയി. മോളെ, ഇതെങ്ങനെയെങ്കിലും മൂടി വെക്കണം. അപ്പോ ഈ പറഞ്ഞതെല്ലാം നടന്നെന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ? അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു. കമ്പനിയിൽ നടന്ന ചില ക്രമക്കേടുകൾ കണ്ണന്റെ അച്ഛൻ കയ്യോടെ പിടിച്ചപ്പോ എനിക്ക് കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരവസ്ഥ വന്നു. ആ സാഹചര്യത്തിൽ അന്നത്തെ ചോരത്തിളപ്പിൽ ചെയ്തു പോയതാ. നടന്നതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. എല്ലാം ഞാൻ മൂടി വെച്ചോളാം. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയില് എന്റെ അച്ഛന്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. അച്ഛനത് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയാ. പ്രത്യേകിച്ച് വിശ്വനാഥനെ കൊന്നത് ഞാനാണ്, വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് അച്ഛൻ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക. ആ സംസാരത്തിന്റെ ഇടയില അമ്മാവനാണ് ഇതിന്റെ ഒക്കെ പിന്നിലെന്ന് പറഞ്ഞത്. അവനിതിന് എന്തിന്റെ കേടാന്നാ മനസ്സിലാവാത്ത മോളെ? എന്നാ മനസ്സിലാക്കേണ്ടവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളും. മുത്തശ്ശി അവിടെ കാത്തിരിക്കുക. അച്ഛൻ പറഞ്ഞതൊക്കെ സത്യമാണോന്നറിയാൻ. മുത്തശ്ശിയോടെങ്കിലും നടന്നതൊക്കെ പറയണ്ടേ? പറഞ്ഞില്ലെങ്കിലും ബാധ കയറി അച്ഛൻ സംസാരിക്കുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് എന്നെ പോലെ തന്നെ മുത്തശ്ശിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവായിരുന്നു ഉണ്ണിയേട്ടന്റെ അച്ഛൻ. സ്വന്തം അളിയൻ. ആ അളിയനെ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനൊരു അരുംകൊല ചെയ്യാൻ എന്റെ അച്ഛന് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മോളെ, എന്തായി മോളെ? അയാള് തെറ്റ് സമ്മതിച്ചു. അച്ഛൻ പറഞ്ഞ സത്യ. അയാളാ ഉണ്ണിയേട്ടന്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അപ്പൊ അവൻ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ മോളെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? അല്ല, ആ കടപ്പാട് വെച്ചിട്ടായിരിക്കും ഒരു കല്യാണ ആലോചന വന്നപ്പോ എന്നെയും ലക്ഷ്മിയെയും കമലേശ്വരത്തോട്ട് പറഞ്ഞു വിടാമെന്ന് കരുതിയത്. അയാള് കാരണമല്ലേ കണ്ണേട്ടന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയത്. അതൊരു കുറ്റബോധമായിട്ട് അയാളുടെ ഉള്ളിൽ കിടന്നു കാണും. എന്നാ പിന്നെ വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തന് ലക്ഷ്മി സഹായം ആയിക്കോട്ടെ എന്ന് അയാൾ കരുതിയതാ. അതുകൊണ്ടിപ്പോ എന്താ, എന്റെ ജീവിതം തൊലഞ്ഞുപോയി. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. അച്ഛൻ കമലേശ്വരത്തുള്ളവരോട് സത്യം പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് അയാളാ. ആ ഭയം അയാൾക്കുണ്ട്. ദേ കണ്ടില്ലേ, കുറച്ചു മുമ്പ് ഉറക്കം പിടിച്ചത്. അതുവരെ വിശ്വനാഥനോട് സംസാരിച്ചോണ്ട് കിടക്കായിരുന്നു. ഇന്ന് തന്നെ കണ്ണനെ എല്ലാം അറിയിക്കാന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. കണ്ണൻ എന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അതുപോലല്ല ഉണ്ണിയേട്ടന്റെ അമ്മയുടെ ഒക്കെ കാര്യം. അതെങ്ങനെയെങ്കിലും തടയണം മോളെ.